അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, സ്നേഹധന്യരായ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, വിജ്ഞാനത്തിന്റെ പ്രാധാന്യം പരിശുദ്ധ ഇസ്ലാമിൽ എന്ന വളരെ പ്രസക്തമായ വിഷയത്തിൽ ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുമായി സംവേദനം നടത്താനാണ് ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. റഹ്മാനായ റബ്ബ് അനുഗ്രഹിക്കട്ടെ. ആമീൻ. അറിവിന്റെ പ്രസിദ്ധിയെക്കുറിച്ചും വിജ്ഞാനത്തിന്റെ മഹത്വത്തെക്കുറിച്ചും സംസാരിക്കുമ്പോൾ മനുഷ്യകുലത്തിന് അള്ളാഹു കനിയേക്കിയ വിജ്ഞാനത്തിന്റെ ഉറവിടത്തെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടതുണ്ട്. അള്ളാഹു ഭൂലോകത്തേക്ക് ആദ്യമായി സൃഷ്ടിച്ച മനുഷ്യൻ ആദം നബി അലൈഹി ഇസ്ലാമിയുടെ സൃഷ്ടികർമ്മം കഴിഞ്ഞതിനു ശേഷം പരിശുദ്ധമായ വിജ്ഞാനത്തിന്റെ മധു ആദം നബി അലൈഹി ഇസ്ലാമിയുടെ ഹൃദയങ്ങളിലേക്ക് പകർന്നു നൽകുകയുണ്ടായി. വിശുദ്ധ ഖുർആനിൽ സൂചിപ്പിച്ചതുപോലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. ആദം നബി അലൈഹി ഇസ്ലാമിന് ശേഷം കടന്നു വന്ന 1,24,000 വരുന്ന പ്രവാചകന്മാരുടെ ജീവിതത്തിൽ നിന്ന്, അവർ ഈ ലോകത്ത് പകർന്നു നൽകിയതിൽ നിന്ന് പരിശുദ്ധമായ വിജ്ഞാനത്തിന്റെ സുന്ദരമായ വചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ആ വൈജ്ഞാനിക മുന്നേറ്റത്തെ സ്വീകരിച്ചുകൊണ്ടാണ് വലിയ സംസ്കാരങ്ങൾ ലോകത്ത് പിറവിയെടുത്തിട്ടുള്ളത്. അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതീർണമായ പരിശുദ്ധ ഖുർആനിൽ ആരംഭിക്കുന്നത് തന്നെ ഇഖ്റ എന്ന പരിശുദ്ധമായ സൂക്തത്തിലൂടെയാണ്. ജാഹിലിയത്തിന്റെ അന്ധകാരത്തിൽ നിന്ന് ജ്ഞാനത്തിന്റെ വെളിച്ചത്തിലേക്ക് നയിച്ച ആദ്യ സന്ദേശമായിരുന്നു അത്. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേവലം 23 സംവത്സരക്കാലം കൊണ്ട് വിശുദ്ധമായ ഖുർആനിക വിജ്ഞാനം സ്വഹാബി ഹൃദയങ്ങളിലേക്ക് പകർന്നു നൽകിയത് അത്ഭുതകരമായ മാറ്റങ്ങളിലൂടെയായിരുന്നു. പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ത്വലബു ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിം. അറിവ് അന്വേഷിക്കുന്നത് ഓരോ വിശ്വാസിയുടെയും നിർബന്ധമായ ബാധ്യതയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനം ഇസ്ലാം ഇൽമിന് നൽകുന്ന പ്രാധാന്യത്തെ തുറന്നു കാട്ടുന്നു. ബദർ യുദ്ധത്തിന് ശേഷം മുസ്ലിമുകൾക്ക് ചില ബുദ്ധിമാന്മാരായ ഖുറൈശി തടവുകാരെ ലഭിച്ചു. അവരോട് സ്വർണം ആവശ്യപ്പെടാതെ നബി തങ്ങൾ പറഞ്ഞത് ലോക ജനതയെ അത്ഭുതപ്പെടുത്തുന്ന പ്രഖ്യാപനമായിരുന്നു. നിങ്ങളിൽ ആരെങ്കിലും 10 മുസ്ലിം കുട്ടികൾക്ക് എഴുത്തും വായനയും പഠിപ്പിച്ചു കൊടുത്താൽ അവനെ ഞാൻ മോചിതനാക്കും എന്നായിരുന്നു ഇതുമായി നബി തങ്ങൾ പറയുന്നത്. പുരോഗമനമെന്ന് വാദിക്കുന്ന ഈ ജനറേഷൻ തന്നെയാണ് പരിശുദ്ധമായ ഇസ്ലാമിനെ സമൂഹത്തിൽ മന്ദിരിപ്പെന്ന് പറഞ്ഞ് കൊത്തിവലിക്കുന്നത്. ഇസ്ലാം ഭൗതിക വിദ്യാഭ്യാസത്തെയും സ്ത്രീ വിദ്യാഭ്യാസത്തെയും തകർക്കുന്നു എന്ന പ്രസ്താവനകൾ ഉയർത്തുന്നത്. അല്ലേ അല്ല, അങ്ങനെ വാദിക്കുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ ചരിത്രം പഠിക്കണം. വൈജ്ഞാനിക ചിന്തകൾ ഈ നൂറ്റാണ്ടുകൾ എത്തിയ വൈകൾ നിങ്ങൾ മനസ്സിലാക്കണം. അവിസന്ന എന്ന് പേര് മാറ്റി വിളിക്കുന്ന ഇബ്നു സീന അടക്കം വരുന്ന ഇബ്നു ഖൽദൂൻ അടങ്ങിയ മുസ്ലിം പണ്ഡിതന്മാർ വിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകിയ സംഭാവനകൾ നിങ്ങൾ മനസ്സിലാക്കണം. പരിശുദ്ധമായ വിജ്ഞാനത്തിന്റെ ആശയധാരയിൽ ഉറച്ചു നിന്നുകൊണ്ട് കൂടെ ജീവിക്കുന്നവരുടെ പരിവേദനങ്ങളും സങ്കടങ്ങളും തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള നല്ല ജീവിതം ഉണ്ടാവണം. അതിന് നമ്മൾ കരസ്ഥമാക്കുന്ന വിജ്ഞാനം ഉപകാരപ്രദമാകട്ടെ. പ്രപഞ്ച സൃഷ്ടാവ് നമ്മെ അനുകരിക്കട്ടെ. വഹ്ദാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.